കേരള കോൺഗ്രസ് UDF-ൽ നിന്നൊഴിഞ്ഞ മധ്യ കേരളത്തിൽ ക്രൈസ്തവ സഭയെ കോൺഗ്രസിലേക്ക് ചേർത്തു നിർത്തി VD സതീശൻ. മധ്യ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ വലിയ രീതിയിൽ പ്രതിനിധീകരിച്ച് അവരുടെ വോട്ട് രാഷ്ട്രീയവുമായി LDF-ലേക്ക് ചേക്കേറിയ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയത്തിന് ബദൽ തീർത്തുകൊണ്ട് കൃത്യമായ ഇടപെടലുകളിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ക്രൈസ്തവ സഭകളെ ചേർത്തു നിർത്തുകയാണ് VD സതീശൻ എന്ന നേതാവ്. സിറോ മലബാർ സഭയും ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും ലത്തീൻ കത്തോലിക്കരും മാർത്തോമ സഭയും കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളിലുമെല്ലാം ഇന്ന് VD സതീശൻ നേടിയിരിക്കുന്ന സ്വാധീനം സഭകളുടെ പരിപാടികൾ എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ക്രൈസ്തവ സഭാവേദികളിൽ VD സതീശന് ലഭിക്കുന്ന സ്വീകാര്യതയും സഭാ നേതൃത്വം അദ്ദേഹത്തിന് നൽകുന്ന പരിഗണനയും കോൺഗ്രസിന് തന്നെ ഈ വേദികളിൽ ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ്. വിശുദ്ധ ബൈബിൾ വ്യാഖ്യാന പ്രസംഗങ്ങളിലൂടെ ഇന്ന് ക്രൈസ്തവ സമുദായ ഇടങ്ങളിൽ പ്രതിപക്ഷ നേതാവിനുള്ള സ്വാധീനം ഇതര രാഷ്ട്രീയ പാർട്ടികളെ വരെ ഭയപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ഓരോ ക്രൈസ്തവ വേദികളിലേക്കും പ്രതിപക്ഷ നേതാവ് കടന്നു വരുമ്പോൾ സഭാ നേതൃത്വങ്ങളിലുള്ള പുരോഹിതന്മാർ അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ആദരവും വിശ്വാസി സമൂഹത്തിന് മുൻപിൽ വെച്ച് തന്നെ പരസ്യമായി പറയുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കാറുമില്ല. തലയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന ഒരാൾക്ക് നൽകിയ വലിയൊരു സ്വീകരണത്തിൻ്റെ വീഡിയോ 2 ദിവസം കഴിഞ്ഞ് കേൾക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗിച്ചതിലെ 4 തവണ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം കോട്ട് ചെയ്യുന്നുണ്ട്. ഞാനത് പോസ് ചെയ്തിട്ട് ഉടനെ വിളിച്ചു. ആദ്യത്തെ വിളിയിൽ തന്നെ ഫോൺ എടുത്തു. ഞാൻ ചോദിച്ചു, സാറേ എവിടെയാണ്? തിരുവനന്തപുരം, ഞാൻ ഡൽഹിയിലാണ്. എന്താ കാര്യം? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം കേട്ടു, ഇത്രയും വേദവചനം എങ്ങനെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന സകല ക്രിസ്ത്യാനിയെ അറിയേണ്ടതാണ്. തിരുമേനി, വേദപുസ്തകത്തിൽ നിന്ന് ഒരധ്യായം വായിക്കാത്ത ഒരു ദിവസം എനിക്കില്ല. ഈ ഇരിക്കുന്ന കേരളത്തിൻ്റെ ജനപക്ഷ നേതാവെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത്, വേദപുസ്തകം വായിക്കാത്ത ഒരധ്യായം വായിക്കാത്ത ഒരു ദിവസം എനിക്കില്ല. ഇവിടെ ഇരിക്കുന്ന മെത്രാനോ അച്ഛന്മാർക്കോ വിശ്വാസികളിൽ എത്ര പേർക്കോ പറയാൻ സാധിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതാണ് അദ്ദേഹം. ക്ഷേത്രാരാധനകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവ മതവിശ്വാസിയായിരുന്നിട്ടും വിശുദ്ധ ബൈബിളും വിശുദ്ധ ഖുറാനും വ്യാഖ്യാനിക്കുന്നതിലും അത് കൃത്യമായി സംസാരിക്കുന്നതിലും VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് പുലർത്തുന്ന മികവ് മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് നൽകുന്ന സ്വീകാര്യത ചെറുതല്ല. മലബാർ മേഖലയിൽ മുസ്ലിം സമുദായ അംഗങ്ങൾ ഒരു മതേതര നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഏറ്റെടുത്തതിന് പിന്നാലെ ഇന്ന് മധ്യ തിരുവിതാംകൂറിലും അദ്ദേഹം തന്റെ കറകളഞ്ഞ മതേതര നിലപാടുകളിലൂടെ ബഹുജന സ്വീകാര്യത നേടിയെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തിരിച്ചുവരവിന് സതീശൻ നടത്തുന്ന രാഷ്ട്രീയവും നയപരവുമായ സാമുദായിക സാംസ്കാരിക ഇടപെടലുകൾ UDF-ന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല.